നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബുധനാഴ്ച നടന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ മുക്കത്ത് AEO ഓഫീസിലേക്ക് എത്തിയ സമരക്കാരൻ നേരിട്ട ജീവനക്കാരൻ ധനേഷ് ശ്രീധറിന്റെ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകത്ത് വൈറലാവുകയാണ്. ഓഫീസിലെത്തിയ സമരാനുകൂലികൾ ജോലി നിർത്തുവാൻ ആവശ്യപ്പെട്ടിട്ടും കേട്ട് ഭാവം നടിക്കാതെ ഫോൺ നോക്കിയിരുന്ന ധനേഷിനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കയ്യടി നേടിത്തുടങ്ങിയത്. സമരത്തെ പുച്ഛിച്ചുള്ള ഈ ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തെ വിമർശിക്കുന്ന കുറിപ്പുകളും സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരു വലിയ സമരത്തിന്റെ ബാക്കി പത്രമാണ് ഇദ്ദേഹത്തിന്റെ ജോലി എന്നാണ് അനൂപ് NA എന്ന അക്കൗണ്ടിലെ കുറിപ്പിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളുടെ ഹീറോയും രാഷ്ട്രീയ പേജുകളിലെ സിംബലുമായി മാറിയ ഇദ്ദേഹത്തിന്റെ ജോലി കിട്ടിയത് എങ്ങനെയാണെന്നറിഞ്ഞാൽ സമരവിരോധികൾ ഓടി രക്ഷപ്പെടുമെന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. സ്പോർട്സ് കോട്ടയിലാണ് ശ്രീധരേഷിന് ജോലി ലഭിക്കുന്നതെന്നും അതിന് അർഹതയുള്ളയാളാണ് അദ്ദേഹമെന്നും കുറിപ്പിലുണ്ട്. സ്പോർട്സ് കോട്ടയിലെ നിയമനങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 2011-16 കാലത്ത് രൂക്ഷമായ സമരങ്ങൾ കേരളം കണ്ടിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി 2016 പുതിയ സർക്കാർ വന്നതിന് ശേഷം 249 സ്പോർട്സ് കോട്ട നിയമനങ്ങൾ നടന്നു. അതിൽ ഒരാളാണ് ഇദ്ദേഹം. അതായത് ഒരു സമരത്തിന്റെ റിസൾട്ടാണ് ഇദ്ദേഹത്തിന്റെ ജോലി. കസേരയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ വന്ന വഴി മറക്കുന്നവരാണല്ലോ ബഹുഭൂരിപക്ഷവുമെന്നും അനൂപ് ഫേസ്ബുക്കിൽ എഴുതി. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഇന്നലെ മാധ്യമങ്ങളുടെ ഹീറോയും രാഷ്ട്രീയ പേജുകളിലെ സിംബലുമായി മാറിയ ഇദ്ദേഹത്തിന് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ സമരവിരോധികൾ ഓടി രക്ഷപ്പെടും. ഒരു വലിയ സമരത്തിന്റെ ബാക്കി പത്രമാണ് ഇദ്ദേഹത്തിന്റെ ജോലി. സ്പോർട്സ് കോട്ടയിൽ ജോലി ലഭിച്ച ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് അർഹതയുണ്ട് താനും. സ്പോർട്സ് കോട്ടയിലെ നിയമനങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 2011-16 കാലത്ത് രൂക്ഷമായ സമരങ്ങൾ കേരളം കണ്ടിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി 2016 പുതിയ സർക്കാർ വന്നതിന് ശേഷം 249 സ്പോർട്സ് കോട്ട നിയമനങ്ങൾ നടന്നു. അതിലൊരാളാണ് ഇദ്ദേഹം. അതായത് ഒരു സമരത്തിന്റെ റിസൾട്ടാണ് ഇദ്ദേഹത്തിന്റെ ജോലി. കസേരയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ വന്ന വഴി മറക്കുന്നവരാണല്ലോ ബഹുഭൂരിപക്ഷവുമെന്നായിരുന്നു പോസ്റ്റ്. പണിമുടക്കിനിടയിൽ സമരക്കാരും മുക്കം സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും തമ്മിലുണ്ടായ സംഭാഷണം സാമൂഹിക മാധ്യമങ്ങളൊക്കെ ശ്രദ്ധ നേടിയിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കും ഇത് വഴി തുറന്നു. പിൻവാതിൽ നിയമനത്തിലൂടെയല്ല ജോലി കിട്ടിയതെന്ന അടക്കമുള്ള കമന്റുകളും സന്ദേശം സിനിമയിലെ ഒരു രംഗവുമായി ചേർത്ത് ട്രോളുകളും സാമൂഹിക മാധ്യമങ്ങൾ അടക്കം നിറഞ്ഞു. സമരാനുകൂലികൾ ജോലി നിർത്തുവാൻ ആവശ്യപ്പെട്ടിട്ടും കേട്ട ഭാവം നടിക്കാതെ കടുത്ത അവഗണനയോടെ അതിനെ നേരിട്ടത് മുക്കം സിവിൽ സ്റ്റേഷനിലെ ധനേഷ് ശ്രീധർ എന്ന യുവ ഉദ്യോഗസ്ഥനായിരുന്നു. രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്ക് സാധാരണ ജനജീവിതത്തെ സാരമായി തന്നെയാണ് ബാധിച്ചിരുന്നത്. യാത്രാ സൗകര്യങ്ങളില്ലാത്തതും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാത്തതുമെല്ലാം ജനങ്ങളെ വലച്ചിരുന്നു. ഇതിനിടയിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ ശമ്പളം കിട്ടണമെങ്കിൽ അവർക്ക് ഓഫീസിൽ എത്തിയേ തീരൂ. സമരം നടത്തുന്നവരെ നേരിട്ട് വേണം ഇവർക്ക് ജോലിക്കെത്തുവാൻ എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. സംസ്ഥാന സർക്കാർ ഡയസ് ലോൺ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ശമ്പളം മുടങ്ങാതിരിക്കാൻ വെല്ലുവിളികളെ അതിജീവിച്ച് ജോലിക്കെത്തിയവരും പോരാടി നിന്നവരുമെല്ലാം പലയിടങ്ങളായി കാണുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഒരാളാണ് ധനേഷ് ശ്രീധർ. ധനേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പണിമുടക്ക് ആഹ്വാനമായി എത്തിയ CITU പ്രവർത്തകർ ജോലി നിർത്തുവാനും സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും കേട്ട ഭാവം നടിക്കാതെയാണ് ധനേഷ് തന്റെ ഫോണും നോക്കി ഇരിപ്പ് തുടർന്നത്. ഇതിനിടയിൽ ഭീഷണിയും ആക്രോശവുമായി സമരാനുകൂലികൾ പരിധി വിടുവാൻ തുടങ്ങുകയും ധനേഷിനെ അസഭ്യം പറയുകയും ചെയ്തു. ആളാവേണ്ട കേട്ടോ, പൂട്ടിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് സമരാനുകൂലികൾ ആക്രോശിക്കുമ്പോഴും പ്രകോപിതനാകാതെ ഇരിക്കുന്ന അതേ ഇരിപ്പ് ധനേഷ് തുടരുന്നുണ്ട്. വീഡിയോ സോഷ്യലെടുത്ത് ഹിറ്റായതോടെ ധനേഷിനെ അനുകൂലിച്ച് നിരവധി പേരാണ് എത്തിയത്. രോമാഞ്ചിഫിക്കേഷൻ, ഇത്രയും പേർ വന്നിട്ടും ഒറ്റയ്ക്ക് നേരിടുന്ന അവനാണ് എന്റെ ഹീറോ. 1000 പേരൊന്നിച്ചു വന്നാലും ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ ആണൊരുത്തൻ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന കമന്റുകൾ. സന്ദേശം സിനിമയിലെ ചിത്രത്തിനൊപ്പം കയ്യേറ്റക്കാരുടെ ചിത്രം വെച്ചുള്ള ട്രോളുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പണിമുടക്ക് ദിവസത്തിലെ മറ്റു ചില വാർത്തകളും കൂടി ഒന്ന് നോക്കാം. പണിമുടക്ക് ദിനത്തിൽ ഉയർന്ന തുക ചെലവാക്കി ചായ കുടിച്ചത് ആലുവ സ്വദേശികളായ 3 യുവാക്കളായിരുന്നു. സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് കൊച്ചിയിലെ മോട്ടോർ വാഹന വകുപ്പ്. ലക്ഷങ്ങൾ വിലയുള്ള സൂപ്പർ ബൈക്കിലെത്തിയ ചുള്ളന്മാർക്ക് നല്ല കടുപ്പത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ ബില്ല് നൽകി. രാവിലെ ചൂർണിക്കരയിലായിരുന്നു ചായ കുടിക്കാൻ ഇറങ്ങിയ യുവാക്കൾ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽപ്പെട്ടത്. പട്രോളിംഗിന് ഇറങ്ങിയ എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ 3 ബൈക്കുകൾ റേസിംഗിന് തയ്യാറായി നിൽക്കുന്നു.
ആക്സിലേറ്റർ മുട്ടിച്ചു പിടിച്ച് പടക്കം പൊട്ടുന്ന ഒച്ചയുമായി പറപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്നതിനിടെ യുവാക്കളുടെ ദൃഷ്ടിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനവും പതിഞ്ഞു. ഇതോടെ റേസിംഗ് ബൈക്കുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു. ഒരു ബൈക്ക് നേരെയും മറ്റൊരു ബൈക്ക് ഉദ്യോഗസ്ഥർക്ക് നേരെ റൗണ്ട് സൈഡിലൂടെയും സ്ഥലം വിട്ടു. പക്ഷേ മൂന്നാമന്റെ ബൈക്ക് ചതിച്ചു. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കണ്ടതോടെ മൂന്നാമന്റെ ബൈക്കും വിറച്ച് നിശ്ചലനായി. ഉദ്യോഗസ്ഥർ അടുത്തെത്തിയതോടെ റൈഡറും ബൈക്കും മര്യാദക്കാരായി. കാര്യം തിരക്കിയപ്പോഴാട്ടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണെന്നായിരുന്നു മറുപടി. രക്ഷപ്പെട്ടുപോയ ബൈക്കിലുള്ളവർ ആരെന്ന ചോദ്യത്തിന് പേര്, മേൽവിലാസവും ഫോൺ നമ്പറും അടക്കമായിരുന്നു മണിമണിയായി മറുപടി നൽകിയത്. കുടുങ്ങിയ സുഹൃത്തിന്റെ സഹായത്തോടെ പരക്കം പാഞ്ഞ 2 ബൈക്കർമാരെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു. എത്രയും പെട്ടെന്ന് സ്ഥലത്ത് ഹാജരാകുവാൻ നിർദ്ദേശം നൽകി. വന്നില്ലെങ്കിൽ നടപടികൾ കടുത്തതാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. മടങ്ങി വരുന്നതാണ് നല്ലതെന്ന് കുടുങ്ങിയ സുഹൃത്തും അറിയിച്ചതോടെ തലങ്ങും വിലങ്ങും പാഞ്ഞ സ്ലോ റേസിംഗിലെ മത്സരാർത്ഥികളെ പോലെ മടങ്ങിയെത്തി. 2 പേരുടെയും പഴയ ശൗര്യമൊക്കെ കെട്ടടങ്ങിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിനെ കണ്ടതോടെ രക്ഷപ്പെട്ട യുവാക്കൾക്ക് ഉദ്യോഗസ്ഥരോട് പുച്ഛമായിരുന്നു. ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് മുന്നിലൂടെ വളഞ്ഞു പൊളഞ്ഞ് ബൈക്ക് ഓടിച്ച് സ്കില്ലൊക്കെ ഇട്ടായിരുന്നു ഒരാളുടെ രക്ഷപ്പെടൽ. രണ്ടാമത്തെ ബൈക്കിലുണ്ടായിരുന്നത് 2 പേരായിരുന്നു. അതിലൊരാൾ തൊപ്പിയൂരി പുറകിലെ നമ്പർ പ്ലേറ്റ് മറച്ചു പിടിച്ചു. ഒപ്പം ഉദ്യോഗസ്ഥർക്ക് തംസപ്പ് ചിഹ്നവും. അങ്ങനെ പോയ ടീം 2ാം വരവിൽ മര്യാദക്കാരായി. റൈഡർമാരുടെ ബൈക്കുകൾ പരിശോധിച്ചപ്പോൾ നിയമലംഘകരുടെ പെരുന്നാളും പൂരവും ഒരുമിച്ച് വന്ന അവസ്ഥയായിരുന്നു. 3 ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റുകൾ അടക്കം പ്രശ്നങ്ങൾ. ഒരു വണ്ടിക്ക് മുന്നിൽ മാത്രം നമ്പർ പ്ലേറ്റ്, മറ്റൊന്നിൻ്റെത് മറച്ചുവെക്കാൻ പാകത്തിലാണ്. മഡ്ഗാർഡ് ഇല്ല, ലൈറ്റുകൾ എക്സ്ട്രാ ഫിറ്റിംഗ്, ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. മറ്റൊരു വാഹനം വിട്ടിട്ടും ഉടമസ്ഥാവകാശം ആദ്യ ഉടമയ്ക്ക് തന്നെയാണ്. റൈഡർമാരുടെ വിക്രിയ കൊണ്ട് ആദ്യ ഉടമയും പെട്ടു. നിയമ ലംഘനങ്ങൾക്ക് 10,000 മുതൽ 25,000 രൂപ വരെയാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയിട്ടുള്ളത്. ഇനി ബൈക്കുകൾ വാങ്ങുമ്പോൾ എങ്ങനെയാണോ ആ നിലയിലാക്കി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ ഹാജരാക്കണം. റൈഡർമാരിൽ നിന്ന് വിശദീകരണം ലഭിച്ച ശേഷം ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾക്ക് തീരുമാനമെടുക്കാം. റൈഡർമാർക്ക് പുറമെ ബൈക്കിന്റെ ആദ്യത്തെ ഉടമയും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. എറണാകുളം എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ സ്ക്വാഡിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജിൻസൺ സേവിയർ, ആർ ചന്തു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇതിനിടെ കഴിഞ്ഞ ദിവസം കേളകം മണത്തണ സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ SFI പ്രവർത്തകർ പാചകപ്പുരയിൽ കയറി പാചകക്കാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അരി തട്ടിമറിച്ചിട്ടുവെന്നും പരാതിയുണ്ട്. മണത്തണ GHSS അധികൃതരുടെ പരാതിയിൽ DYFI വനിതാ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. DYFI പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജിനെതിരെയാണ് കേസെടുത്തത്. ഉച്ചഭക്ഷണം തയ്യാറാക്കിയാൽ ക്ലാസ് തുടരേണ്ടി വരുമെന്ന് പറഞ്ഞ് പാചകപ്പുരയിൽ കയറുകയും പാചകക്കാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി. കഴുകിയ അരി ഇടുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് അതിക്രമം ഉണ്ടായതെന്ന് പാചകക്കാരിയായ വസന്ത പറയുന്നു. പ്രായത്തിന്റെ ബഹുമാനമെങ്കിലും കാണിക്കണ്ടേ? ഓളുടെ അമ്മയാകാൻ പ്രായമുണ്ട്. ചെലക്കല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇറങ്ങടിയെന്ന് തിരിച്ചു പറഞ്ഞുവെന്ന് വസന്ത പറഞ്ഞു. തന്റെ കൈ പിടിച്ചു തിരിച്ചുവെന്നും അരി തട്ടിമറിച്ചുവെന്നും വസന്ത ആരോപിക്കുന്നുണ്ട്. പഠിപ്പ് മുടക്കിനെ തുടർന്ന് രാവിലെ തന്നെ +2 വിദ്യാർത്ഥികളെ വിട്ടിരുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടയക്കുവാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. ഭക്ഷണം വയ്ക്കുന്നത് തടഞ്ഞാൽ വിദ്യാർത്ഥികളെ നേരത്തെ വിടേണ്ടി വരുമെന്നതിനാലാണ് പ്രവർത്തകർ പാചകപ്പുരയിലെത്തിയതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.